നമസ്കാരം. ജയം ടോക്സിലേക്ക് സ്വാഗതം. മുൻ AG ജെയിംസ് കെ ജോസഫ് അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ മരണം എന്നെ ഒരു പത്രപ്രവർത്തനം എന്നുള്ള നിലയിൽ കഴിഞ്ഞകാല സംഭവങ്ങളിലേക്ക് എൻ്റെ മനസ്സിനെ കൂട്ടിക്കൊണ്ടുപോയി. 3 പതിറ്റാണ്ടിലേറെയായി എനിക്ക് ജെയിംസ് ജോസഫിനെ അറിയാം. നമുക്ക് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ കണ്ടുമുട്ടുന്ന പല ആളുകളിൽ ചിലരൊക്കെ നമ്മളപ്പോൾ തന്നെ മറന്നുപോകും. ചിലരൊക്കെ ദീർഘകാലം നമ്മളുടെ ജീവിതത്തിൽ സുഹൃത്തുക്കളായി നിലനിൽക്കും. അങ്ങനെ നിലനിന്ന ഒരു വ്യക്തിയാണ് ജെയിംസ് കെ ജോസഫ്. നമുക്കറിയാം, രാഷ്ട്രീയക്കാരാണ് നമ്മുടെ, അല്ലെ സാമൂഹ്യ പ്രവർത്തകരാണ് നമ്മുടെ ചരിത്രം എഴുതുന്നത്, അല്ലെ ചരിത്രത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നത്. ഉദ്യോഗസ്ഥന്മാർ പലപ്പോഴും അങ്ങനെ ആകാറില്ല. വളരെ അപൂർവമായ ഉദ്യോഗസ്ഥന്മാർ മാത്രമേ അവരുടെ ഉദ്യോഗസ്ഥ പദവിയുടെ ചട്ടക്കൂടിനപ്പുറത്തേക്ക് വളരാറുള്ളൂ. പക്ഷേ ചരിത്രത്തെ തന്നെ മാറ്റി വരയ്ക്കുന്നതിന് നിയോഗിക്കം ലഭിച്ച ഒരു വ്യക്തിയാണ് ജെയിംസ് കെ ജോസഫ്. ഇന്ന് അത് എല്ലാവരും അതൊന്നും ഓർക്കുന്നുണ്ടാവണമെന്നില്ല. അത് പോസിറ്റീവായും നെഗറ്റീവായിട്ടും നമുക്ക് സംഭവിക്കാം. ജെയിംസ് കെ ജോസഫ് ഞാൻ പരിചയപ്പെടുമ്പോൾ അക്കൗണ്ടന്റ് ജനറലായിരുന്നു. അക്കാലത്താണ് പാമലിൻ കേസ് കേരളത്തിൽ കത്തിപ്പാടുന്നത്. ആ പാമലിൻ കേസിന് തുടക്കം സത്യം പറഞ്ഞാൽ ജെയിംസ് കെ ജോസഫിനായിരുന്നു. അതിന്ന് അധികം പേർക്ക് ഓർമ്മയുണ്ടാകുന്ന കാര്യമില്ല. ജെയിംസ് കെ ജോസഫ് എഴുതിയ ഓഡിറ്റ് റിപ്പോർട്ടിൽ അദ്ദേഹം പറഞ്ഞു, പാമലിൻ ഇറക്കുമതി ചെയ്തത് വഴി, കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്തത് വഴി കേരള സർക്കാരിന്, കേരളത്തിലെ ഖജനാവിന് 1.5 കോടി രൂപയിലേറെ നഷ്ടമുണ്ടായി എന്ന്. പവർ ആൻഡ് എനർജി ഗ്രൂപ്പ് എന്ന കമ്പനിക്ക് കൊട്ടേഷൻ ഇല്ലാതെ ഈ കരാർ നൽകിയത് ചട്ടവിരുദ്ധമായിട്ടാണെന്നും അദ്ദേഹം എഴുതി. ഇതേ തുടർന്നത് വലിയ പ്രതിപക്ഷം ഏറ്റെടുത്തു. വലിയ കൊടുങ്കാറ്റായി മാറി. കരുണാകരനായിരുന്നു അന്ന് മുഖ്യമന്ത്രി. കരുണാകരനെതിരെ അത് വലിയൊരു അഴിമതി ആരോപണമായിട്ട് പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവന്നു. ഈ സംഭവത്തിന് ശേഷം ഒട്ടേറെ കേസുകൾ അതിന് തുടർച്ചയുണ്ടായി. ഇടതുപക്ഷ മന്ത്രിസഭ വന്നപ്പോൾ VS അച്യുതാനന്ദനായിരുന്നു അന്ന് ഇത് ഏറ്റവും അധികം നിയമസഭയിൽ ഉയർത്തിക്കൊണ്ട് വന്നത്. അപ്പം പിന്നീട് നായനാർ മുഖ്യമന്ത്രി ആയപ്പോൾ VS അച്യുതാനന്ദൻ, അക്കാലത്താണ് VS അച്യുതാനന്ദൻ വലിയൊരു ഫൈറ്ററായിട്ട് മാറുന്നത്. ഈ കേസ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കരുണാകരനെതിരായിട്ട് അദ്ദേഹം നിരന്തരമായ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ നായനാർ സർക്കാരിൻ്റെ കാലത്ത് ആദ്യമായിട്ട് കരുണാകരനെതിരായിട്ട് വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നു. ആ കേസ് പിന്നെ കഴിഞ്ഞ 2 പതിറ്റാണ്ടായിട്ട് ഇങ്ങനെ തുടരുകയായിരുന്നു. 2007 ആദ്യമായി കരുണാകരൻ സുപ്രീം കോടതിയിൽ നിന്ന് സ്റ്റേ കിട്ടുന്നത്. 2010 കരുണാകരൻ മരിച്ചു. അതുകൊണ്ട് തന്നെ ആ കേസിൻ്റെ പ്രസക്തിയും തീർന്നു. പക്ഷേ ഇന്നും അതിനകത്ത് ഉദ്യോഗസ്ഥരായ പലരും, ചില ഉദ്യോഗസ്ഥരൊക്കെ മരിച്ചുപോയി, ചിലരൊക്കെ ഇന്നും ജീവിച്ചിരിക്കുന്നു. PJ തോമസ് എന്ന് പറയുന്ന പിന്നീട് കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറിയായ IAS ഉദ്യോഗസ്ഥൻ, വളരെ സത്യസന്ധനായ ഉദ്യോഗസ്ഥനാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെ കേന്ദ്ര ഗവൺമെൻറ് ചീഫ് വിജിലൻസ് കമ്മീഷണറായിട്ട് നിയോഗിച്ചു. വലിയ പദവിയാണത് ഒരു IAS ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച്. പക്ഷേ പാമലിൻ കേസിലെ പ്രതിയാണെന്നുള്ള കാരണം കൊണ്ട് അദ്ദേഹത്തിന് ആ വലിയ പദവി നിഷേധിക്കപ്പെട്ടു. കോടതി ഇടപെട്ട് അത് നിഷേധിച്ചു. സക്കറിയ മാത്യു എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ വളരെ നിരപരാധിയായിരുന്നുവെങ്കിലും ഈ കേസിൽ അവരൊക്കെ ചട്ടം ലംഘിച്ചു എന്നുള്ള വീഴ്ചയാണ് അവരുടെ ഭാഗത്ത് വന്നത്. ഏറ്റവും ഒടുവിൽ JG തോമസൻ വരെ ആ കേസിലെ പ്രതിയായി. ഇന്നും അവരൊക്കെ ആ കേസിൽ നിന്നും പൂർണ്ണമായും മുക്തരായിട്ടില്ല. ഞാൻ പറഞ്ഞത് കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഇത്രയും കാലം നീണ്ടുനിന്ന കേസുകളുടെ അപൂർവമാണ്. അത്തരമൊരു കേസിൻ്റെ ഉപജ്ഞാതാവായിരുന്നു ജെയിംസ് ജോസഫ് എന്ന് ഞാൻ പറയുകയായിരുന്നു. ജെയിംസ് ജോസഫ് ബേബി ജോണിൻ്റെ മുൻമന്ത്രി, അന്തരിച്ച ബേബി ജോണിൻ്റെ മകളുടെ ഭർത്താവ് കൂടിയാണ്. ഇപ്പോൾ ബേബി ജോൺ എന്ന പ്രതിപക്ഷത്തെ വളരെ കരുത്തനായ നേതാവായിരുന്നതുകൊണ്ട് അത്തരത്തിലുള്ള ആരോപണം ഉണ്ടായി. ബേബി ജോണിനെ സഹായിക്കാൻ വേണ്ടി, ഇടത് സർക്കാരിനെ സഹായിക്കാൻ വേണ്ടിയാണ് ജെയിംസ് ജോസഫ് ഇങ്ങനൊരു ഓഡിറ്റ് റിപ്പോർട്ട് കൊണ്ടുവന്നൊക്കെ ആരോപണം ഉണ്ടായി. എന്തായാലും അതിനകത്ത് വ്യവസ്ഥകളോ ചട്ടങ്ങളോ ലംഘിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ടാണല്ലോ കോടതി ഇടപെട്ടതും കോടതി ആ കേസ് ഇപ്പോഴും കോടതി നിലനിൽക്കുന്നതും. അല്ലെങ്കിൽ പണ്ടേ ആ കേസ് പൂർണ്ണമായിട്ടും തള്ളപ്പെട്ടു പോയേനെ. പക്ഷേ അതേസമയം ഉമ്മൻചാണ്ടി ആ കേസിൽ പെടുത്താൻ വേണ്ടി VS അച്യുതാനന്ദൻ ശ്രമിച്ചെങ്കിലും അത് കോടതി തള്ളിക്കളഞ്ഞു. മാത്രമല്ല, അതിൻ്റെ പേരിൽ VS അച്യുതാനന്ദനെ കടുത്ത ഭാഷയിൽ കോടതി വിമർശിക്കുകയും ചെയ്തു. ഈ കേസ് ജെയിംസ് ജോസഫിൻ്റെ ഉദ്യോഗസ്ഥൻ തലത്തിനപ്പുറത്തേക്ക് പ്രതിച്ഛായ വളർത്തിയ ഒരു സംഭവമാണ്. അതുപോലെ തന്നെ അന്ന് AG ആയിരുന്ന സമയത്ത് ജെയിംസ് ജോസഫ് ചെയ്തൊരു കാര്യം, അക്കാലത്ത് തൻ്റെ പെൻഷന് വേണ്ടി കയറിയിറങ്ങിയ ചമ്മനം ചാക്കോ എന്ന് പറയുന്ന അദ്ദേഹം പിന്നീട് അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ ഒരു കവിത, ഈ AG's ഓഫീസിലെ ചുവപ്പ് നടയെക്കുറിച്ചായിരുന്നു അദ്ദേഹം കവിത എഴുതിയത്. ആ കവിത AG തന്നെ എടുത്ത്
ഏജീസ് ഓഫീസിൻ്റെ നോട്ടീസ് ബോർഡിലിട്ടു. എന്തിനു വേണ്ടി? അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുടെ കണ്ണുതുറപ്പിക്കാൻ വേണ്ടി. റിട്ടയർ ചെയ്ത ശേഷം പല ആളുകളും ഇങ്ങനെ നിങ്ങളുടെ അനാസ്ഥ കൊണ്ട് ദിവസങ്ങളോളം ഈ പടികൾ കയറി ഇറങ്ങുകയാണെന്നുള്ള ഓർമ്മപ്പെടുത്തലായിരുന്നു. അത് എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്ത വലിയ വാർത്തയായ ഒരു സംഭവമാണ്. ഇന്ന് പക്ഷേ വല്ലതും അത് ഓർക്കുന്നുണ്ടാവില്ല. ജെയിംസ് ജോസഫ് പിന്നീട് KSRTCയുടെ CMD ആയി, ചെയർമാൻ ആൻഡ് മാനേജിങ് ഡയറക്ടർ. അക്കാലത്ത് വലിയൊരു സംഭവം തലസ്ഥാനത്ത് ഇറങ്ങേറി. ഇന്നത് എത്ര പേർ ഓർക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ ABVP, BJPയുടെ വിദ്യാർത്ഥി സംഘടനയായ ABVP ഭയങ്കരമായ ഒരു സമരം നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് പോലീസ് ലാത്തിച്ചാർജ് ചെയ്തു. ഇതിൽ രോഷാകുലരായ കുട്ടികൾ പ്രതികരിച്ചത് അവർ കണ്ണിൽ കണ്ട സകല വാഹനങ്ങളും തല്ലി തകർത്തു. KSRTC ബസ്സുകൾ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൻ്റെ അവിടെ തൊട്ട് കിഴക്കേക്കോട്ട വരെ സകല ബസ്സുകളും തകർത്തു. ഇങ്ങനെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു വാഹന നശീകരണം ഉണ്ടായിട്ടില്ല. പിറ്റേ ദിവസം ജെയിംസ് ജോസഫ് എല്ലാവരും ഞെട്ടിച്ചുകൊണ്ടൊരു കാര്യം ചെയ്തു. അദ്ദേഹം തകർത്ത ഏകദേശം 30ഓളം KSRTC ബസ്സുകൾ, അതെല്ലാം ചില്ലുകളൊക്കെ തകർന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ ബോഡി തകർന്നതേ ഉള്ളൂ. വണ്ടികൾ ഓടുമായിരുന്നു. ആ വണ്ടികൾ നിരനിരയായിട്ട് ഒരു ഘോഷയാത്ര പോലെ അദ്ദേഹം തിരുവനന്തപുരം നഗരത്തിൽ കൂടി ഓടിച്ചു. ഒരു ശവഘോഷയാത്ര പോലെയായിരുന്നത്, ഒരു വിലാപയാത്ര പോലെയായിരുന്നു അത് വാസ്തവത്തിൽ ഒരു വലിയ സംഭവം തന്നെയായിരുന്നു. കേരളത്തെ മുഴുവൻ നടുക്കിയ ഒരു സംഭവം, ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു സംഭവമാണത്. അത് ജെയിംസ് ജോസഫിൻ്റെ ബുദ്ധിയായിരുന്നു. ജെയിംസ് ജോസഫ് അദ്ദേഹം വളരെ ഒരു ആശയസമ്പന്നനായ വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന് ഒരു നല്ല സുഹൃത്ത് ബന്ധമുള്ള വ്യക്തിയായിരുന്നു. പലപ്പോഴും ഞങ്ങളൊക്കെ ഒന്നിച്ച് കൂടാറുണ്ട്. ഈ ജെയിംസ് ജോസഫിൻ്റെ സുഹൃത്തായ BC ജോജോ, കേരള കൗമുദിയുടെ എക്സിക്യൂട്ടീവ് എഡിറ്ററായിരുന്നു BC ജോജോ. അദ്ദേഹം ജെയിംസ് ജോസഫിന് എനിക്കിടയിലുള്ള ഒരു കോമൺ ഫ്രണ്ടാണ്. അക്കാലത്ത് ഈ പാമലിൻ കേസ് ഉയർത്തിക്കൊണ്ട് വന്നതിൽ ജെയിംസ് ജോസഫായിരുന്നു ഉദ്യോഗസ്ഥനെങ്കിൽ V സച്ചിദാനന്ദനായിരുന്നു അതിനകത്തെ പ്രതിപക്ഷത്ത് നിന്നുകൊണ്ട് അതിൻ്റെ വക്കാലത്തെടുത്തതെങ്കിൽ മാധ്യമരംഗത്ത് നിന്നുകൊണ്ട് ഇതെല്ലാം ഒരു അഗ്രസീവായിട്ട്, അല്ലെങ്കിൽ വളരെ ഒരു ആക്ടിവിസ്റ്റായിട്ട് നിന്നുകൊണ്ട് അതിനെ വേണ്ടി ഫൈറ്റ് ചെയ്തൊരു വ്യക്തിയായിരുന്നു BC ജോജോ. നിർഭാഗ്യമെന്ന് പറയട്ടെ, ഈ 3 വ്യക്തികളും, പ്രമുഖരായ 3 വ്യക്തികളും ഈ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ നമ്മെ വിട്ടുപിരിഞ്ഞു. V സച്ചിദാനന്ദൻ ഏകദേശം 2-3 ആഴ്ച മുമ്പ് പോയി. BC ജോജോ ഏകദേശം 1 വർഷം മുമ്പ് പോയി. ഇപ്പോൾ ജെയിംസ് ജോസഫ്. ഞാൻ ആനുഷംഗികമായിട്ട് ഓർത്തുവെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എന്തായാലും ജെയിംസ് ജോസഫ് കടന്നു പോകുമ്പോൾ അദ്ദേഹം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയൊരു സുഹൃത്ത് വൃന്ദമുള്ള ആളാണ്. ഈ സുഹൃത്ത് സംഭാഷണങ്ങളിലെല്ലാം അദ്ദേഹം പുതിയ പുതിയ ആശയങ്ങൾ പറയാറുണ്ട്. അദ്ദേഹം നല്ല നർമ്മബോധമുള്ള വ്യക്തിയാണ്. എപ്പോഴും പ്രസരിപ്പുള്ള, എപ്പോഴും മുഖത്ത് മന്ദഹാസം ഉള്ള, എപ്പോഴും പുഞ്ചിരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു നഷ്ടമെന്ന് പറയുന്നത്, പ്രത്യേകിച്ച് അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ പോകാനുള്ള സമയമായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ നഷ്ടം മാത്രമല്ല അദ്ദേഹം വലിയൊരു കുടുംബത്തിലെ അംഗമാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ എനിക്ക് 11ഓളം അംഗങ്ങളുള്ള ഒരു കുടുംബമാണ്. അവരെല്ലാവരും തന്നെ വളരെ പ്രശസ്തരും ഉന്നത പദവികൾ, പലരും പല പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും ഇരുന്നവരും വലിയ ഉന്നത പദവികളിലെത്തിയവരുമൊക്കെയാണ്. അവരുമൊക്കെ ആയിട്ടും പലരുമായിട്ടും എനിക്ക് സൗഹൃദം ഉണ്ടായിരുന്നു. അത്ര വലിയൊരു കുടുംബത്തിൽ എല്ലാവരും വലിയ പ്രഗത്ഭരായ ആളുകൾ. ജെയിംസ് ജോസഫിനാകട്ടെ ഈ ബേബി ജോൺ മുൻ മന്ത്രിയുടെ മകളെ കല്യാണം കഴിച്ചത് വഴി അത്തരത്തിലും അദ്ദേഹത്തിന് വലിയ ഒരു ശ്രദ്ധയും അംഗീകാരവും കിട്ടി. അങ്ങനെയുള്ള ഈ ജെയിംസ് ജോസഫിൻ്റെ വേർപാട് തീർച്ചയായിട്ടും വലിയൊരു നഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ ഈ വേർപാടിൽ ഞാൻ ആദരാഞ്ജലികൾ നേരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനായി താഴെയുള്ള ബെൽ ബട്ടണിൽ അമർത്തുക.